യഥാർത്ഥത്തിൽ ഇത് ആരുടെ വിജയമാണ്? ജനാധിപത്യത്തിൻ്റെ വിജയമാണോ അതോ മതാധിപത്യത്തിൻ്റെ വിജയമാണോ? യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്? സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുതൽ കേട്ടു തുടങ്ങിയ ഒന്നാണ് ഒരു മാറ്റം ആവശ്യമല്ലേ എന്നത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് മാറ്റം എന്ന വാക്ക് മാത്രം ഉയർത്തിപ്പിടിച്ച് ഒരു മാറ്റം ആവശ്യമാണ്. ചിലവന്മാരൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മയെ വിളിച്ചിട്ട് ചോദിക്കും, അമ്മ ഒരു മാറ്റം ആവശ്യമാണ്, അമ്മ നമുക്ക് ഈ അച്ഛൻ വേണ്ട, അച്ഛനെ നമുക്ക് മാറ്റാം. അപ്പോൾ അമ്മ ചോദിക്കും, അതെന്താ മക്കളെ, അച്ഛൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? അച്ഛൻ നല്ല ഒരു കാരണവ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, എല്ലാം ഭംഗിയായി നടക്കുന്നു, അമ്മയെ നോക്കുന്നു, മക്കളെ നോക്കുന്നു, എന്നിട്ടും അച്ഛനെ മാറ്റണമെന്ന് പറയുന്നത്? അല്ലമ്മേ, ഒരു മാറ്റം ആവശ്യമല്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. ഒരു മാറ്റം വേണം. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. മാറ്റം എന്ന വാക്ക് മാത്രം ഉയർത്തിപ്പിടിച്ച് വലിയ ഒരു പ്രചരണം ഇവിടെ ഉണ്ടായി. ഇനി അതിൻ്റെ ഫലമാണോ ഉണ്ടായത്? അതേസമയം SIR-നെ ഗൗരവതരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോക്കിക്കണ്ടിട്ടില്ല. അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കും എന്ന് നോക്കിക്കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പരാജയത്തിന് അതും ഒരു കാരണമാണ് എന്ന് പറയാതെ വയ്യ. ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നു, അത് വലിയ തോതിൽ ഒലിച്ചുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ അത് മുൻകൂട്ടി കാണേണ്ടതല്ലേ? മതാധിപത്യമാണ് വിജയിച്ചതെങ്കിൽ ആ വിജയത്തെ മുൻകൂട്ടി കണ്ട് ചെറുക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നടന്നില്ല? അതാലോചിക്കേണ്ട സംഗതിയല്ലേ? ഒരു വലിയ ചാനലിൽ ഇരുന്നു കൊണ്ട് ലക്ഷ്മി പത്മ അവതാരക മറ്റ് അവതാരകരുമായി ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു, ഒരു പ്രമുഖനായ മന്ത്രി, നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്ത മന്ത്രി അവിടെ വിജയിക്കുക തന്നെ ചെയ്യും. ഒരു പ്രത്യേക അസംബ്ലി മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ മറ്റൊരു അവതാരകൻ പറയുകയാണ്, അത് സഭ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയാണ് എതിരെ നിൽക്കുന്നത് സഭയുടെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് എത്ര നല്ല കാര്യം പറഞ്ഞാലും എത്ര നല്ല കാര്യം ചെയ്താലും ആ മന്ത്രി ജയിക്കില്ല എന്ന് ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്. അതുപോലെ തന്നെ മറ്റ് പല ചാനലുകളിലും അത്തരം ചർച്ചകൾ ഉയർന്നു വന്നു. അവിടെ ഈഴവ മെജോറിറ്റിയാണ്, മറ്റൊരു സ്ഥലത്ത് ക്രൈസ്തവ മെജോറിറ്റിയാണ്, കുറേയേറെ സ്ഥലങ്ങളിൽ ഇസ്ലാം വിഭാഗത്തിൽ ധാരാളം ആളുകൾ ഉള്ള മണ്ഡലങ്ങളാണ്. അവരുടെ വോട്ട് ഇടതുപക്ഷത്തിന് ചിലപ്പോൾ കിട്ടില്ല. ഈ രീതിയിലാണ് ചർച്ച പോകുന്നത്. അപ്പോൾ കേരളം തിരിഞ്ഞു നടക്കുകയായിരുന്നുവോ? അതാണോ ഇവിടെ സംഭവിച്ചത്? എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് മതം എന്ന ചിന്തയോടെ അല്ലെങ്കിൽ ജാതി എന്ന ചിന്തയോടെ ഒക്കെ വോട്ടുകൾ ചെയ്ത് ഒരു ജനാധിപത്യ സർക്കാരിനെ, 10 വർഷമായി അനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു സർക്കാരിനെ പിന്നിൽ നിന്ന് കുത്തുകയല്ലേ മലയാളി ചെയ്തത്? സത്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. തകർന്നടിഞ്ഞു വീണത് ഇടതു കോട്ടകളാണ്. CPIM-ൻ്റെ കൊത്തളങ്ങൾ. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും എതിരഭിപ്രായം വന്നു, അവരും മറിച്ചു കുത്തി. നമ്മൾ കണ്ടതാണ്. അത് ഒരു യാഥാർത്ഥ്യമാണ്, അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെമ്പാടും പ്രാദേശികമായ ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകർക്ക് കൃത്യമായ ബന്ധമുണ്ടോ? പരിശോധിക്കേണ്ട സംഗതിയാണ്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ, ഈ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ കൃത്യമായും ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പല ടെക്സ്റ്റുകൾ വന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, വീഡിയോകൾ വന്നിട്ടുണ്ട്, കുറേയൊക്കെ ആളുകൾ കാണുന്നുണ്ട്. അതിനെ എതിർത്തും പരിഹസിച്ചുമുള്ള വീഡിയോകളും പുസ്തകങ്ങളും രചനകളും വേറെയും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൃത്യമായി സത്യമെന്ത് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്? അതും ഒരു പോരായ്മയല്ലേ? എല്ലാം പരിശോധിക്കേണ്ട സംഗതിയാണ്. അതെല്ലാം
CPIM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതൃനിര, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കൃത്യമായും പരിശോധിക്കുമെന്നും ചരിത്രത്തിൽ നിന്നുള്ള അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ തോൽവിയിൽ നിന്നുമുള്ള അനുഭവ പാഠങ്ങൾ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. കൂടുതൽ കരുത്താർജിച്ച്, അതിപ്പോൾ തോറ്റാലും ജയിച്ചാലും കൂടുതൽ കരുത്തോടെ തന്നെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുക എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ തീക്കടലാണ് VD സതീശ നിങ്ങൾക്ക് നീന്തിക്കടക്കാനുള്ളത്. 10 വർഷം കൊണ്ട് പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുന്ന് ഭരിച്ച് കാണിച്ച ആ കാര്യങ്ങൾ, ആ സംഗതികൾ അത്രമേൽ തിളക്കമാർന്നതല്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ ഈ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയുകയുള്ളൂ. ആദ്യം ഇനി നിങ്ങൾ മുഖ്യമന്ത്രി ആരാവണം, മന്ത്രിമാർ ആരൊക്കെ ആവണം എന്ന തർക്കങ്ങളും അടിയും ഇടിയുമൊക്കെ കഴിയട്ടെ. എന്നിട്ട് ജനം അനുഭവിച്ചോളും.